നമസ്കാരം ചേട്ടാ. നമസ്കാരം. 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 എന്തോ? ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉണ്ടാവില്ല. അതെങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ ഉണ്ടല്ലോ? ഇല്ല, ഞാനില്ല. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അല്ല, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായല്ലോ. ഞാനില്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ലെന്ന് പറഞ്ഞാൽ പോരല്ലോ, വന്ന് നിന്ന ശേഷം ഇല്ല എന്ന് പറഞ്ഞാൽ ഉള്ളതിന് തുല്യമായിട്ടല്ലേ? എന്തെങ്കിലും ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാന്ന് തന്നെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ഉണ്ടെന്ന് പറയില്ലേ? അങ്ങനെ എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ ഇവിടെ വന്ന് നിന്ന ശേഷം ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതുപോലെ ആവില്ലല്ലോ. നിങ്ങളിവിടെ നിന്നതിന് തുല്യമല്ലേ വന്ന് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല്? അതിനൊരു കാരണമുണ്ട്, അത് പറയാൻ വേണ്ടിട്ടാ വന്നത്. എന്നാ പറഞ്ഞതല്ല വിഷു, എന്റെ ചുണ്ടിനൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ പറയപ്പ. പുളിയില കടിച്ചപ്പം ഉറുമ്പിറുക്കേ ചുണ്ടിൽ അഗ്രഭാഗം വീർത്തു തൂങ്ങി. നാഗമ്പടത്തെ സ്റ്റാൻഡിനരികിൽ നിന്നു നാരങ്ങ വാങ്ങി ഞാൻ പിഴിഞ്ഞൊഴിച്ചു ചുണ്ടിൽ. നീറ്റലോ നീറ്റല ഹായ് ഹായ് ഉറുമ്പിനെ പ്രാഗി ഞാൻ നിന്നു. പുളിയില കടിച്ചപ്പം ഉറുമ്പിറുക്കി ചുണ്ടിൽ അഗ്രഭാഗം വീർത്തു തൂങ്ങി. ഇതുകൊണ്ടാണ് ഞാൻ ഇല്ല എന്ന് പറഞ്ഞത്, മനസ്സിലായ? നിങ്ങളെ നമ്മള് വന്നിട്ടില്ലേ മുമ്പ് ഇവിടെ? ഞാൻ മുമ്പ് ഒരു എപ്പിസോഡിൽ വന്നിട്ടുണ്ട് ഇവിടെ. പെർഫോമർ ആയിരുന്നു. അല്ല, എന്താ ഇപ്പൊ പിന്നെയും വന്നേക്കുന്ന നീട്ടും കൊണ്ട്? അന്ന് നിങ്ങൾ ട്രോഫി ഒക്കെ മേടിച്ചു പോയ ആളല്ലേ? അതെ, ജോണി മണ്ണുത്തി. ജോണി മണ്ണുത്തി ഉണ്ടായിരുന്നു അന്ന്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ബെസ്റ്റ് പെർഫോമർ ആയ ആളാണ് അല്ലേ? സെക്കൻഡ് അവിടെ കിട്ടെ. ഫസ്റ്റ് കിട്ടിയത് സജീവൻ മണ്ണുത്തി. നിങ്ങൾ രണ്ടുപേരും ഒരു നാട്ടുകാരാണെന്ന് പെർഫോം ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരേ നാട്ടിൽ നിന്ന് വന്നവർ പെർഫോം ചെയ്തത്. ഒരു വണ്ടിക്ക് വന്ന ഞങ്ങള്. ബ്രദേഴ്സ് ആണോ? അല്ല, ഇവര് ഫ്രണ്ട്സ് ആയിരുന്നു തോന്നുന്നു. അല്ല, ബ്രദേഴ്സ് പോലെയൊക്കെ ആയിരുന്നു ഞങ്ങള്. ഈ ഒരൊറ്റ പരിപാടി കൊണ്ട് ഞങ്ങൾ ഭയങ്കര ശത്രുക്കളായിട്ട് മാറി. നിങ്ങൾ ഒരു വണ്ടിക്കല്ലേ എന്ന് വന്നേ? ഒരു വണ്ടിക്കാണ് വന്നത്, പക്ഷെ പോയത് 4 വണ്ടിക്ക് പോയത്. അത്രയ്ക്ക് ഗുണമുണ്ട് ഈ പരിപാടിക്ക്. ഇതൊന്നും ഒരിക്കലും ഒരു മനുഷ്യരോട് പിഷാരടി നിങ്ങൾ ചെയ്യാൻ പാടില്ല. അല്ല, എന്താ പറ്റിയതെന്ന് പറ. അല്ല, കുഞ്ചൻ സാർ ഇത് കേൾക്കണം. കാരണം വേറെ ഒന്നല്ല, ശക്തമായ കളി ഇതിനകത്ത് നടന്നുണ്ട്. കാരണം വെച്ചാൽ എന്നെ മനഃപൂർവ്വം ഒതുക്കാൻ വേണ്ടി, സജീവൻ മണ്ണുത്തിനെ ഉയർത്തിക്കാട്ടാൻ വേണ്ടി ഇവിടെ ആരോ, ഞാനത് പിന്നീട് അറിഞ്ഞേ. ഞാൻ അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ഫ്ലോറൂടെ ബാക്കി വെച്ചേക്കില്ലായിരുന്നു. എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് വെച്ചാൽ, അന്ന് എനിക്ക് കിട്ടേണ്ട ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് സജീവൻ മണ്ണുത്തിക്ക് കൊടുത്തവര് ആണോ? പക്ഷേ അയ്യോ കുഞ്ചേട്ട, അങ്ങനെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ പെർഫോമൻസ് നോക്കിയിട്ടില്ല. കുഞ്ചൻ സാറെ ഇത്രയും കാലം കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന് എനിക്ക് സാറിനോട് എല്ലാ ബഹുമാനം കൊണ്ട് പറയാണ്. വ്യക്തമായ കളികൾ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. നമ്മൾ ഇവിടുത്തെ പെർഫോമൻസ് നോക്കിയിട്ടല്ലേ കൊടുക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കൊച്ചുമുണ്ടായി അതെ ആങ്കർ ചെയ്യാൻ വന്നിട്ട് ആങ്കർ ചെയ്താൽ മതി. അതൊക്കെ പുള്ളിക്കാരത്തേക്ക് അങ്ങനെ താൻ പറയൊന്നും വേണ്ട. ഇതുവരെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല. NFAയുടെ മെമ്പറാണ് നിൽക്കുന്നത്. അത് അവരൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ വലിയ വലിയ ആൾക്കാര്. കുഞ്ചൻ സാർ എന്താ പറഞ്ഞേ? ഇന്ന് വരെ അങ്ങനെ കംപ്ലൈന്റ് ഉണ്ടായില്ല. ഇതിക്ക് മുമ്പ് ഈ രാജ്യത്ത് കൊറോണ ഉണ്ടായ കൊറോണ നിങ്ങൾ പേടിച്ചായിരുന്നോ? അത് നിങ്ങൾ വലിയ വർത്താനം പറയാൻ നിൽക്കണ്ട. ഇനി പിഷാരടി, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തോ? യൂട്യൂബിലെ കമന്റ്സ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കാറില്ല. യൂട്യൂബിലെ കമന്റ്സുകളിൽ മുഴുവൻ പറയുന്നത് ഞാനായിരുന്നു ബെസ്റ്റ് പെർഫോമൻസ്, പക്ഷെ അതിലെന്തോ കളി ഇവിടെ നടന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, യൂട്യൂബിലെ കമന്റ്സിൽ നമ്മൾ അതിന്റെ മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ടെലികാസ്റ്റ് ചെയ്യുന്നതല്ലോ, നമ്മൾ ഈ ഫ്ലോറിലെ നിങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ് സമ്മാനം കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയതും റീടേക്ക് എടുത്തതും വെള്ളം കുടിച്ചതും ഒന്നും അതിനകത്ത് കാണൂല. ഈ ഫ്ലോറിൽ ബെസ്റ്റ് പെർഫോമർ ആരാണോ അയാൾക്കല്ലേ നമ്മൾ സമ്മാനം കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞിട്ട് കാര്യം. ഒരുപാട് സംസാരിക്കല്ലേ, എന്ത് പറ്റി നിങ്ങൾക്ക്? വേണ്ട, എനിക്ക് ഗൾഫിൽ നിന്ന് നിരവധിയായ കോളുകളാ പറഞ്ഞത്. എത്ര ആളുകൾ ഒരു ദിവസം വിളിക്കേണ്ടെന്ന് അറിയാമോ? എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ നിർത്തിയില്ല. ഈ ഒരൊറ്റ പരിപാടി ഉണ്ട്. ദുബായിലാണോ താമസം? അല്ല, എന്റെ നാട്ടില്. എന്റെ കൂട്ടുകാർ മുഴുവൻ കളിയാക്കല്ല. അവന്റെ കൂടെ പോയിട്ട് നീ എന്തുകൊണ്ട് 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ചോദ്യമാണത്. എന്റെ അമ്മ അയൽക്കൂട്ടത്തിൽ പോണില്ല. എന്നാ പറ്റിയേ? ഇത് കാരണം അടുത്തുള്ള പെണ്ണുങ്ങൾ മുഴുവനും കളിയാക്കല്ല. നിന്റെ മോൻ 2ാം സ്ഥാനം, നിന്റെ മോൻ 2ാം സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യം ഉണ്ടായി? ഇവിടെ അങ്ങനെ സത്യത്തിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനമായിട്ടല്ല ഈ പരിപാടി കൊടുക്കുന്നത് തന്നെ. പെർഫോമൻസ് നോക്കിയിട്ട് ഒരു ബെസ്റ്റ് പെർഫോമറെ കണ്ടെത്തുന്നു, അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ആള് 2ാം സ്ഥാനക്കാരനല്ലെന്നും അങ്ങനെ നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ. ഞാൻ ലാസ്റ്റ് ഒരു കാര്യം പറയട്ടെ. ഈ സജീവൻ മണ്ണുത്തിക്ക് നിങ്ങൾ 1ാം ബെസ്റ്റ് പെർഫോമൻസ് കൊടുത്തു. ഈ സജീവൻ മണ്ണുത്തി ഇവിടെ പറഞ്ഞ കഥ എന്താ? സജീവൻ മണ്ണുത്തി അന്ന് മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു മത്തായി ചേട്ടന് പറ്റിയ അബദ്ധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ മത്തായി ചേട്ടൻ ആരാന്നറിയോ? ആരാ? ഈ മത്തായി ചേട്ടൻ എന്റെ അപ്പനാണ്. മനസ്സിലായ? ഈ മത്തായി ചേട്ടന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഞാനല്ലേ പറയേണ്ടതെന്ന് ചോദിച്ചാ പറയേണ്ടത്. നിങ്ങളല്ലേ പറയണ്ടത്? കറക്റ്റ് അല്ലേ?
അതെ, നിങ്ങളായിരുന്നു പറയേണ്ടത്. പക്ഷെ പുള്ളി പറഞ്ഞു നമ്മൾ സമ്മാനം എടുത്ത് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതന്നെ പറഞ്ഞ എന്റെ അപ്പച്ചന്റെ എല്ലാവിധ കാര്യങ്ങളും എടുത്തിട്ട് അവൻ ഹലോ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് അടുത്ത പെർഫോമൻസിന് സമയമായിട്ടുണ്ട്. ശരി, പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഇപ്പൊ ചെയ്യേണ്ടി വരും ഇവിടെ. എന്താണ്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ള ഈ ഒരു മെമന്റോ അതെങ്ങനെയും തന്റെ കയ്യിൽ വന്നേ? അല്ല, അത് ഞാൻ അതൊക്കെ കിട്ടാതെ നമുക്ക് എനിക്ക് അതിനുള്ള ശക്തിയുണ്ട്. എനിക്ക് എന്റെ പ്രസ്ഥാനത്തിന്, എന്റെ പാർട്ടിക്ക്, എന്റെ പിള്ളേർ ഇഷ്ടം പോലെ ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കണ്ട. ഇതൊന്നും എനിക്ക് പിഷാരടി തരുന്നതായിട്ട് ഒന്ന് റീഷൂട്ട് ചെയ്ത് അതൊന്ന് കാണിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്താ ഈ പരിപാടിയുടെ ക്രെഡിറ്റ് പോകും. അത് നമ്മുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നതാണ്. നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഇതൊക്കെയാണ് വലുത്. പിഷാരടി ഇപ്പൊ അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ തന്നെ അതിന് ഞാൻ സമ്മതിക്കില്ല. സജീവൻ ഫസ്റ്റ് ഇട്ട ആള് താൻ വന്നിട്ടുണ്ടായിരുന്നോ? എന്നെ പറഞ്ഞേ അല്ല, ഞാൻ സമ്മതിക്കില്ല. അതുപോലെ തന്നെ എന്റെ പാർട്ടിയുടെ പ്രവർത്തകർ, AKT പ്രവർത്തകർ, അവർ സമ്മതിക്കില്ല. എന്റെ നാട്ടുകാർ സമ്മതിക്കില്ല. ഇതിൽ നിന്ന് പ്രേക്ഷകർക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാൻ കയറി വന്നപ്പോ എന്നെ മനസ്സിലായില്ല. അതിലൊരു പുച്ഛഭാവം പിഷാരുടെ മുഖത്ത്. ഈ സജീവൻ എന്ന് പറഞ്ഞ മണ്ണുത്തിക്കാരൻ കയറി വന്നപ്പോ സജീവൻ മണ്ണുത്തി. അല്ല അത് എത്ര നേരം പറഞ്ഞിരുന്നോണ്ടാണ് എനിക്ക് മനസ്സിലായത്. കാര്യമുണ്ട്. എന്റെ പിഷാരടി, ഈ മെമന്റോ എന്റെ വീട്ടിൽ നിന്ന് ഇവൻ കട്ടെടുത്തോണ്ട് വന്നതാണ്. ഇത് എന്റെ പാർട്ടിക്കാരറിഞ്ഞാൽ നാട്ടിൽ പ്രശ്നമുണ്ടാകും, അറിയാമോ? നാട്ടിൽ പ്രശ്നം ഉണ്ടാവും. ഇയാളുടെ പാർട്ടിക്കാർ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോ ഞങ്ങളുടെ പാർട്ടിക്കാർ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ പാർട്ടിക്കും അത്യാവശ്യം പ്രശ്നം ഉണ്ടാക്കാനുള്ള കഴിവൊക്കെ ഇവിടെ ഉണ്ട്. അത് പറഞ്ഞ് പേടിപ്പിക്കാൻ ഞങ്ങളുടെ പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ കഴിവുള്ളത്. എന്ത് കഴിവ്? 1, 2, 3 വോട്ട് കൂടുതൽ കിട്ടി ഇവർക്ക് ഭരണം കിട്ടി. ഭരണം കിട്ടിയ ആളുകളുടെ കൂടെ ഇവിടെ ആൾക്കാരുണ്ടാവുള്ളൂ. അതിപ്പോ ഈ പരിപാടിയോടുകൂടി എനിക്ക് മനസ്സിലായി. പിഷാരുടെ ഒന്നും പറയാൻ നിൽക്കണ്ട. അപ്പൊ നിങ്ങൾ രണ്ടുപേരും 2 പാർട്ടിക്കാരാണല്ലേ? ആണ്. ഡയാന വേറെ പാർട്ടിക്കാരാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. ആ പാർട്ടിയുടെ വർത്താനം പറഞ്ഞ് ഞങ്ങളുടെ 2 പാർട്ടിക്കാരുടെ കൊണ്ടുവരാൻ നിൽക്കണ്ട. കേരളം കത്തിക്ക്, ഞങ്ങൾ മനസ്സിലായോ? സുഹൃത്തെ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഫണ്ട് സമ്മേളന ടൈം ഇത്ര എപ്പിസോഡുകൾ കഴിഞ്ഞു. എന്ത് പ്രശ്നം നടന്നാലും നിങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയം കയറ്റും എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അറിയാം. പക്ഷെ ഇവിടെ സമ്മാനം കൊടുക്കുന്നതിനകത്ത് അത്തരത്തിലുള്ള യാതൊരുവിധ രാഷ്ട്രീയ ചിന്തകളും ഇല്ല. അല്ല, പിഷാരടി EP പറഞ്ഞ കാര്യത്തിൽ ഒരു അജണ്ട ഉണ്ട്. ഒരു അജണ്ട ഇല്ല സുഹൃത്തെ, ഒരു അജണ്ട ഇല്ല. ഇല്ല, രാഷ്ട്രീയ അജണ്ടകൾ ഇല്ല. എന്തേ? അപ്പോ ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തി അല്ലേ? വർഗീയ ധ്രുവീകരണം. ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിലും പണ്ടേ ഇവിടെ മുഴുവൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ന്യൂനപക്ഷങ്ങൾ സംഘടിച്ചാലും ഞങ്ങൾ മാത്രം മോശക്കാരല്ല. പിഷാരടി, ഇവൻ 1ാം സമ്മാനം കിട്ടാത്തതിന്റെ അസൂയാണ്. അല്ലെ, ഒരു കാര്യം, നിങ്ങളിപ്പോ അസൂയ അത് എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഇവിടെ എന്ത് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും അതിനകത്ത് ഈ മതവും ഈ രാഷ്ട്രീയവും കയറ്റിക്കൊണ്ട് വരരുത്. നമ്മൾ ഇവിടെ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഒന്നുമില്ല ഇവിടെ. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ചേട്ടൻ പാകിസ്ഥാനിലേക്ക് പൊക്കോന്നേ. ഇവിടെ ഒന്നുമില്ല ചേട്ടൻ പൊക്കാണ്. ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് അറിയാന്നേ. ഞങ്ങളുടെ കാര്യങ്ങൾ എന്തൊരു കഷ്ടമാണ്. ഹലോ, ഇവിടെ സമ്മാനം കിട്ടുക എന്ന് പറയുന്നത് വെറും കല മാത്രം നോക്കിയിട്ട് തരുന്നതാണ്, നടക്കത്തില്ല. ഞങ്ങളെ വലിയ ആളുകളായിരിക്കും. പക്ഷെ ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ അതിന് രാഷ്ട്രീയമൊന്നും വർഗീയത എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോ ന്യായീകരണം പറഞ്ഞുകൊണ്ട് വന്നാൽ എനിക്ക് എന്റെ അപ്പച്ചന്റെ പേരിൽ കിട്ടുന്ന അബദ്ധങ്ങൾ വിളിച്ചു പറഞ്ഞ് സമ്മാനം കിട്ടി. അതായത് ഇത് വലിയ വർത്താനം പറയാൻ നമുക്ക് അവിടെ കാണാം. പാവക വർത്താനം നീ പറയാൻ നിൽക്കണ്ട. എന്റെ ഒരു സമ്മാനത്തിന്റെ യുദ്ധങ്ങളാക്കല്ലേ പ്ലീസ്. നമ്മളിവിടെ തമാശ പറയുന്ന കലാകാരന്മാരെ എല്ലാം ഒട്ടും വൈകാരികമായി എടുക്കാതെ വളരെ പോസിറ്റീവായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? പിഷാരടി ഷൂട്ട് നിർത്തിക്കോട്ടാ. ഷൂട്ട് നിർത്തിക്കോ. കാരണം 6 മണി കഴിഞ്ഞാൽ ഷൂട്ട് നടക്കൂല. എന്ത് പറ്റി? 6 മണിക്ക് ശേഷം ഹർത്താലാണെന്ന്. എന്താ കാരണം? ഒരു പാർട്ടിക്കാരൻ മറ്റൊരു പാർട്ടിക്കാരനെ കുത്തി. ദൈവമേ. അവരാണെങ്കിൽ 2 മതക്കാരാണെന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് അവരുടെ പാർട്ടിക്കാരും ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ മതക്കാരും ഇളകിയിട്ടുണ്ട്. മൊത്തം പ്രശ്നമാണ് മൊത്തത്തിൽ. പിന്നെ കുത്താൻ മാത്രം എന്ത് വിഷയം ഉണ്ടായി? കുത്താന്ന് പറഞ്ഞാൽ അവരെ ഏതൊരു ചാനലിൽ പോയി എന്തോ പരിപാടി ചെയ്തിട്ട് സമ്മാനം കൊടുത്ത് മാറിപ്പോയി അങ്ങനെ എന്തൊരു വിഷയം പറഞ്ഞിട്ടുള്ള കേസിലാണ് ഈ കുത്ത് നടക്കുന്നത്. പിഷാരടിക്ക് അതിൽ പങ്കൊന്നുമില്ലല്ലേ? നമുക്ക് ബാധിക്കൂലല്ലേ? അപ്പൊ വീട്ടിൽ പോകാൻ പറ്റുമോ? പോകാൻ പറ്റും. പറ്റും, കുഴപ്പമില്ല. ഹർത്താലാന്ന് പറയും. ഇല്ല, പോകാൻ പറ്റും. ഞാൻ പോയിക്കോട്ടെ.